പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ എല്ലാ പ്രിയപ്പെട്ടവരെയും അറിയിക്കട്ടെ. ഇന്ന് ഞാൻ അല്പസമയം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന തിരുവചനം പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന മോശയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. യഹോവയുടെ വഴി അറിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മോശയെ. ഇന്ന് ആഗ്രഹിക്കുന്നത് തിരുസാന്നിധ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ മറ്റ് എന്തൊക്കെ ഉണ്ടെങ്കിലും ഒന്നിനും കുറവ് കൂടാതെ സമൃദ്ധമായിരിക്കുന്ന സന്ദർഭത്തിൽ പിന്നെയും പ്രാർത്ഥിക്കുവാനായിട്ട് പല വിഷയങ്ങളുണ്ടായിട്ടും ദൈവികമായ സാന്നിധ്യം ആഗ്രഹിക്കുന്ന മോശയെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സമൃദ്ധിയും നമുക്കുണ്ടാകത്തുള്ളൂ. അപ്പോൾ തിരുസാന്നിധ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മോശയെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്രകാരം നമുക്കും അവൻ്റെ വഴിയിൽ നടക്കണം. ദൈവികമായ സാന്നിധ്യം അനുഭവിപ്പാൻ, ആ സാന്നിധ്യത്തിൻ്റെ മറവിലായിരിക്കാൻ നമ്മളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവിക സാന്നിധ്യമുള്ളയിടത്ത് ഒന്നിനും കുറവില്ല. നമുക്ക് വേണ്ടുന്നതെല്ലാം ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നമ്മളും അപ്രകാരം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സാന്നിധ്യമാകേണം കർത്താവേ, ഈ യോഗം ഇന്നു കേൾക്കണം. നിൻ ശക്തി വാക്കിനേ ജീവൻ നൽകിയിടേണം. വന്നിക്കും നേരമേ ആശീർവാദം നൽകിയിടേണം. കാരുണ്യവാരിധേ ആശീർവാദം നൽകിയിടേണം. കാരുണ്യവാരിധേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗ്ഗസ്ഥ പിതാവേ, അതിമനോഹരമായ സന്ധിക്കായിട്ടടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതം വരെ ഇതുവരെ ഞങ്ങളെ കാത്തല്ല, സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. ജീവനും ഭക്തിക്കും വേണ്ടുന്ന എല്ലാം കരുതി ഒരുക്കി തന്ന ദൈവത്തിന് സ്തോത്രം. പോയ സ്ഥാനത്ത് വന്ന സ്ഥാനത്തൊക്കെ ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീർന്നല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം, സ്തോത്രം. ഈ രാത്രികാലം സുഖകരമായ ഉറക്കം തരണം. ഞങ്ങളുടെ ശരീരാത്മ ദേഹികളൊക്കെ ബലപ്പെടണം. ഞങ്ങളുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും എല്ലാം സ്വർഗത്തിലെ അപ്പച്ചൻ ഏറ്റെടുക്കണം. ഞങ്ങളെ സമാധാനത്തോടെ ഉറങ്ങി ഉണരുവാനും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും സഹായിക്കുമാറാകണം. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചുറ്റുപാടുകളെ, അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദൂരസ്ഥരെ സമീപസ്ഥരെ ഒന്നുപോലെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഭവനം പരിസരം എത്തിത്താൽ മുദ്രയിടണമേ കർത്താവേ. സ്വർഗീയ ദൂതന്മാരാൽ അവരെ കാവൽ ചെയ്യുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ലെന്ന വചനത്താൽ സ്വർഗം ഞങ്ങളെ ദൂതന്മാരാൽ കാവൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങി നീയല്ലോ യഹോവയെ ഞങ്ങളെ നിർഭയം വസിക്കുമാറാക്കിയതെന്ന് പറഞ്ഞെഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ അത്യുന്നതിൻ്റെ മറവിൽ നിന്ന് മറയട്ട് സർവശക്തി നിഴുകിയില്ലായിരിക്കട്ടെ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം.